വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു. തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് മോഹൻലാൽ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ അനുമതിയില്ലാതെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ, ഈ വാണിജ്യ നീക്കങ്ങൾ വലിയ സാമ്പത്തിക, സാമൂഹ്യ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നാണോ മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുന്നത്? ജസ്റ്റിസ് ജ്യോതി സിംഗ് അധ്യക്ഷനായ ഡൽഹി ഹൈക്കോടതി ബെഞ്ചാണ് നടൻ മോഹൻലാൽ നൽകിയിട്ടുള്ള ഹർജി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നടന്റെ ശബ്ദം, ഒപ്പം ചിത്രവും സംഭാഷണങ്ങളും എല്ലാം തന്നെ ഡീപ് ഫേക്കിലൂടെ നിർമ്മിക്കുകയും, അതായത് അനുമതിയില്ലാതെ വാണിജ്യ അടിസ്ഥാനത്തിൽ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തടയണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും. ചിത്രവും ശബ്ദവും എല്ലാം തന്നെ ഇത്തരത്തിൽ വാണിജ്യ ഉപയോഗത്തോടു കൂടി അല്ലെങ്കിൽ വാണിജ്യ ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് പരസ്യങ്ങളിലും AI വീഡിയോകളിലും ഉപയോഗിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയെ നിലവിൽ മോഹൻലാൽ സമീപിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകൾ, ഒപ്പം മോർഫ് ചെയ്ത ചിത്രങ്ങൾ, അനുവാദമില്ലാത്ത പരസ്യങ്ങൾ എന്നിവ തന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു എന്ന കാര്യം കൂടിയും ഈ ഹർജിയിൽ മോഹൻലാൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അനുമതിയില്ലാതെ നടത്തുന്ന ഇത്തരം വാണിജ്യ നീക്കങ്ങൾ അത് വലിയ സാമ്പത്തിക, സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ട് എന്ന കാര്യം കൂടിയാണ് മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തടയണം എന്നൊരാവശ്യം കൂടി ഇപ്പോൾ കോടതിക്ക് മുൻപിലേക്ക് മോഹൻലാൽ വെച്ചിട്ടുണ്ട്. നേരത്തെയും ബോളിവുഡ് താരങ്ങളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും, അതായത് അനിൽ കപൂർ, അമിതാഭ് ബച്ചൻ തുടങ്ങിയിട്ടുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ച് സംഭവത്തിൽ അനുകൂലമായ ഉത്തരവ് നേടിയെടുത്തിരുന്നു. ലിജിൻ. ശരി, മോഹൻലാൽ നൽകിയ ഹർജി കോടതി പരിഗണിക്കുകയാണ്. നേരത്തെയും നിരവധി താരങ്ങൾ ഇത്തരത്തിൽ ഹർജി നൽകിയിരുന്നു. അന്നും താരങ്ങൾക്ക് അനുകൂലമായ വിധിയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.